नदी जमुनोत्री वर्दी जमुना वरादे गंगोत्री वर्दी गंगा गंगा ये कासिक पोदे तन्नी എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ രാഹുലാണ്. എൻ്റെ ചേർന്നാണ് നമ്മളുള്ളത് യമുന നദിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ അലഹബാദ്, അതായത് പ്രയാഗ്രാജിലൂടെയുള്ള ഒരു ചെറിയ യാത്രയാണ്. മോശം തേടിയുള്ള യാത്ര എന്ന് വേണമെങ്കിലും പറയാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഘട്ടമുള്ള, അതായത് ഒരു സംഘമുള്ള ത്രിവേണി സംഘമുള്ള യുപിയിലാണ് അലഹബാദിലെ പ്രയാഗ്രാജ്. യമുന, ഗംഗ, സരസ്വതി ആ ഒരു സംഗമ സ്ഥാനത്തേക്കുള്ള നമ്മുടെ ഉള്ള ഒരു ബോട്ട് യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന യമുന നദിയിലൂടെയാണ്. ഇവിടെ ഈ രാവിലെ ഈ സമയത്തും ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ ഒരു യുപിയിലെ ആദ്യമാണ്. അപ്പൊ ഈ സംഗമത്തിന് അല്ലെങ്കിൽ അവിടെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തും വന്നതാണ്. ഇല്ല, ഇപ്പം ഈ സംഘത്തിന്റെ പ്രത്യേകത ഇതാണ് മെയിൻ സംഘം. ത്രിവേണി സംഘം എന്ന് പറയുന്ന മെയിൻ സംഘം ഇവിടെയാണ്. ഗംഗ, യമുന, സരസ്വതി. തീരത്ത് അതുപോലെ അത് ഗംഗ, യമുന, സരസ്വതി. ഗംഗയും യമുന ഇവിടെ ഉണ്ട്. സരസ്വതി നമ്മുടെ സങ്കല്പമാണ്, ഭൂമിയുടെ അടിയിൽ കൂടെയാണ് ഒഴുകുന്നു എന്നാണ് വിശ്വാസം. അപ്പൊ തീരത്ത് അതുപോലെ ജനമാണ് രാവിലെ. അപ്പം അതിന്റെ വിശ്വാസം എല്ലാം ഉണ്ട്. തീരത്ത് അതുപോലെ ആൾക്കാരാണ്. അപ്പൊ അവിടെ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഘട്ടുകളുണ്ട്. അതുപോലെ നമ്മളിപ്പോ പോകുന്ന ശരിക്കും സംഗമ സ്ഥാനത്തേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ നമ്മുടെ വാരണാസി സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് ഇത്. അപ്പൊ നമ്മൾ ആദ്യമേ തിരുപ്പതി ആയിരുന്നു. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സംഗമ സ്ഥാനത്തേക്കുള്ള യാത്രയാണ്. അപ്പൊ നമ്മൾ ബോട്ടിലാണ്. ശരിക്കും മോശപ്രാപ്തിക്ക് വേണ്ടിയാണ് ഇതുപോലെ ആൾക്കാർ ഇവിടെ വരുന്നത്. ഈ ജന്മത്തിലുള്ള പാവങ്ങൾ കഴുകി കളയാനും നമുക്ക് സ്വർഗം കിട്ടാനും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. നമ്മുടെ പാവമുക്തി, അതുപോലെ നമുക്ക് നല്ല അതുപോലെ തന്നെ ബലി എന്ന് വേണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബലി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കരമായ പുണ്യം കിട്ടുന്നു ഇവിടെ ബലി ചെയ്ത്. അതായത് ത്രിവേണി സംഗമം എന്ന് പറയുന്ന സ്ഥലം ഇതിനെ കുറിച്ച് അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. എന്ത് ജനമാണ് ഇവിടെ എന്നറിയോ? ഭയങ്കര ജനമാണ്. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. നമുക്ക് എത്തിയിട്ടുണ്ട്. സംഗമസ്ഥാനം ഒന്ന് കാണാം നമുക്ക്. ഇതെല്ലാ ആൾക്കാരും വന്നേക്കുന്നതാണ്. വിഷ്വൽ നോക്കിയും കണ്ടിട്ടില്ല. നമ്മളെ കൊണ്ടുവന്ന ബായി ഇതാണ്. നമ്മളെ അവിടുന്ന് ഇങ്ങോട്ട് പോട്ടെ. यमुना नदी इस तरफ से आ रही है, गंगा जी इस तरफ से, सरस्वती लुक का भी है, सरस्वती का भी है, कि ओनली वन गंगा. പറയുന്നത് ഇത് യമുന നദിയുടെ എൻഡാണിത്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഗംഗാ നദിയാണ്. ഈ ഗംഗാ നദി അങ്ങ് ബനാറസ് വരെ, നമ്മുടെ കാശി വരെ ഉണ്ട് ഈ നദി. ഇതിന്റെ അണ്ടർ ആയിട്ടാണ് നമ്മുടെ ഈ സരസ്വതി നദി ഒഴുകുന്നത്. गंगा नदी कानपुर होकर आ रही है. इधर में हिमाचल से आएगा. गंगा नदी हिमाचल से आएगा. ഇത് ഹിമാചലിൽ നിന്നാണ് വരുന്നത്. ഇത് ദില്ലി സൈഡിൽ നിന്നാണ് ഈ നമ്മുടെ യമുന നദി എത്തുന്നത്. അപ്പൊ ഇതിന്റെ സംഗമ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രിവേണി സംഗമത്തിന്റെ മെയിൻ പോയിന്റ് ആണ്. അതായത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിവിടെ നടുക്ക് നമ്മുടെ സെയിം സെന്ററിൽ നമുക്ക് ഇവിടെ ബോട്ട് നിർത്തിയിട്ടേക്കാണ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്നാനിന് വേണ്ടത് ബലിതർപ്പണം, അതുപോലെ തന്നെ ഗംഗാ പൂജ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല, നല്ല ഇതാണ്. ഇപ്പൊ ഇപ്പൊ ഇത് കണ്ടോ, നിൽക്കുന്നതാണ് നമ്മുടെ കർമ്മി. നമ്മുടെ ഇവിടെ നിന്ന് ഗംഗാ ദർശനം നമ്മൾ ചെയ്യുന്നത്. പുള്ളിയാണ് നമുക്ക് ചെയ്തു തരുന്നത്. ആചാര്യനാണ്. കണ്ട് ഓക്കെ. ഇത് ഈ ലെവലിൽ കിടക്കുന്നതിന്റെ കറക്റ്റ് സെന്ററിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതായത് ഗംഗയുടെ യമുനയുടെ കൂട്ടിമുട്ടുന്ന ഏരിയയാണ്. അതായത് ഗംഗയുടെ ഇത് യമുന നദി എന്ന് പറയുമ്പോൾ ഡീപ്പ് കൂടുതലാണ്. അതായത് ഏകദേശം ഒരു 60 ഫീറ്റ് 90 ഫീറ്റ് ഒക്കെ ഇത് നമുക്ക് താഴ്ചയുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഏകദേശം നമ്മുടെ ഒരു അരപ്പക്കം വെള്ളം ഉണ്ടാവുള്ളൂ ഈ ഗംഗാ നദിക്ക്. അപ്പൊ എല്ലാരും ഇവിടെ വന്ന് സ്നാൻ ചെയ്ത് നമ്മുടെ പാപങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞു പോകുന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഇതിന്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം നമുക്കൊരു അവിടെ നമുക്ക് 1000 രൂപയോളം ആയിട്ടുണ്ട്. രണ്ടുപേർക്ക് നമുക്ക് ഒരു 1000 രൂപ ആയിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പൂജ പാല് ഗംഗയ്ക്ക് പാല് കൊടുക്കുന്ന അതിനൊക്കെ എല്ലാം കൂടെ ഏകദേശം ഒരു 200 ഒരാൾക്ക്, ഏകദേശം ഒരാൾക്ക് ഒരു 200 രൂപ വെച്ച് 400 രൂപ അങ്ങനെ ഒരു റേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 10,500 രൂപ. പിന്നെ രണ്ടുപേർക്ക് പൂജയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് റേറ്റ് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇറങ്ങാൻ നേരത്തില്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോസ്റ്റാണ്. പിന്നെ നമ്മൾ ഇത്രയും സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും. അപ്പൊ നേരത്തെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ശരത്ത് റേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് 1000 രൂപ പൂജയ്ക്കായി, പിന്നെ ഒരു 200 രൂപ നമുക്ക് ഇതായി ഒഴുക്കുന്നതിന് 1200 രൂപ. ബോട്ടിന് ഒരു 600 രൂപ. നമ്മുടെ ഭായി ആണെങ്കിൽ പേര് റേറ്റ് പറയുന്നല്ല കേട്ടോ, അങ്ങനെ ഓർത്തേക്കല്ല കേട്ടോ. നമ്മളിപ്പം നിങ്ങൾ കരുതിയിരിക്കണം, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ പോലും പേഴ്സിൽ കാശ് ഏകദേശം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു റേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ സുഹൃത്ത് നല്ലൊരു മെമ്പറാണ്, നല്ല അച്ഛൻ മെമ്പറെ. അപ്പം എല്ലാവർക്കും നമ്മുടെ പ്രയാഗ്രാജിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പം ലൈഫിൽ ഒരിക്കലെങ്കിലും വരിക. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, നല്ലൊരു സ്ഥലമാണ്. ഫീലിങ്സ് എന്താ സന്തോഷം, സമാധാനം. അത് കാണിച്ചു. അത് ഫോട്ടോ ഫോട്ടോ അക്ബർ അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് തമിഴ് ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞ சொல்லுங்க. இங்க சங்கமத்துல 3 நதி இருக்கு, கங்கா யமுனா சரஸ்வதி. அங்க 2 கலர் தெரியும், ஒரு கலர் தெரியாது. கங்கா யமுனா கலர் தெரியும், சரஸ்வதி கலர் தெரியாது. और नदी जमुनोत्री वर्दी जमुना वरादे, गंगोत्री वर्दी गंगा गंगा. இங்க காசிக்கு போகுது தண்ணி. குளிச்சி அப்புறம் இங்க கோயில் இருக்கு, ஹோட்டல் 44 கோயில் ஹோட்டல் இருக்கு. அப்புறம் அஞ்சினி கோயில் இருக்கு, பூமிக்கு கிண்ட இருக்கு, பூமிக்கு அடியில இருக்கு. அப்புறம் சவுத் மந்திர் ஆதி சங்கராச்சாரிய இருக்கு, பக்கத்துல இருக்கு 3. அப்புறம் சக்திபீठ அலோப் சங்கரி இருக்கு 3 கிலோ 2 கிலோமீட்டர். அப்புறம் அனந்த் பவான் பரத்வாஜ் முனி ஆசிரம் 4-5 கிலோமீட்டர் இருக்கு. 6-7 பிளேஸ் இருக்கு பாத்தீங்க. இங்க ரைட் இங்க ஃபுல் ஆயிட்டு நமக்கு இருக்கு. இது கும்பமேளா ஃபீல்ட் இருக்கு, கும்பமேளா ஃபீல்ட் இருக்கு. மாக மாசல மேளா, சாது சன்னியாசி நாகா கோரி நிறைய பேர் இங்க இருக்கு. கும்பமேளா குளிக்கிறதுக்கு வராது. இந்த மெயின் கும்பமேளா எப்ப வரும்? 2025 2025 ഏറ്റവും പ്രധാനപ്പെട്ട മഹാകുംഭമേള. ഈ മഹാകുംഭമേള എവ്വളോ നാൾക്ക് 12 సంవత్సరాల కుంభమేళ. 12 సంవత్సరాలు. 12 కొల్లం. 12 సంవత్సరాల కుంభమేళ. 6 సంవత్సరాల అర్ధ కుంభమేళ. ఇయర్స్ కుంభమేళ. మహాకుంభమేళ 12 సంవత్సరాలకి కుంభమేళ, 6 సంవత్సరాలకి అర్ధ కుంభమేళ. ഇപ്പൊ ദിസ് കുംഭമേള മാഘമേള വർഷത്തേക്ക് മാഘമേള. ഇപ്പം എടാ ഇപ്പൊ പറയുന്ന വെച്ച് കഴിഞ്ഞാല് 12 കൊല്ലം കൂടുമ്പോഴുള്ളതാണ് മഹാകുംഭമേള. അത് 2025 ജനുവരി സ്റ്റാർട്ടിങ്, ക്ലോസിംഗ് മാർച്ച് ഫെബ്രുവരിയിൽ. അതുപോലെ തന്നെ അർദ്ധ കുംഭമേളയുണ്ട്, അത് 6 ഇയേഴ്സിൽ വരുന്നതാണ്. അത് നമുക്ക് ഓൾറെഡി ഈ 12 എന്നുള്ളത് 6 കൊല്ലം കൂടുമ്പോഴത്തേനും അർദ്ധ കുംഭമേള ഉണ്ടാവും. അതും ഈ സെയിം ടൈമിലാണ്. പിന്നെ എവറി ഇയറിലുള്ളതാണ് മാഘമേള. അത് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാഘമേള ജനുവരി മാസത്തിൽ. അപ്പൊ അടുത്ത കുംഭമേളയ്ക്ക് 2025 ദൈവം സഹായിച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും. അതുപോലെ 2025 ഇങ്ങനെ കുംഭമേളയുണ്ട്, അടിപൊളി പരിപാടി. കോടിക്കണക്കിന് ഭയങ്കര റഷാണെന്ന് പറഞ്ഞത്, അത് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഇവിടെ വന്നിട്ട് ഈ രാവിലത്തെ ആ മോർണിംഗ് വിഷൻ ഇത് ശരിക്കും പറഞ്ഞുള്ള കിളികൾ പറക്കണത്. ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആണ്. ഇതെല്ലാരും വന്ന് ഈ കിളികൾ ഇരുന്ന് കഴിഞ്ഞാണല്ലോ, ഇത് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥലം തന്നെയാണ് ഇത്. വെറുതെ അല്ല, അതുകൊണ്ട് തന്നെയാണ് അവിടെ ആൾക്കാർ വരുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. കമലേഷ് ബോർഡ്കാർ ഇരിക്കെ, കൊഞ്ചം തമിഴ് തിരിയോ, തെലുഗു തിരിയോ, കന്നഡ തിരിയോ. മൊബൈൽ നമ്പർ പറഞ്ഞോ? 9026416164 ബോർഡ്കാർ ഒന്നിരിക്കെ, മദ്രാസ് ബോർഡ്കാർ കമലേഷ്. ഓക്കെ, ഇവരെല്ലാരും ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ചാൽ മതി. ഓക്കെ, വരും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും കമലേഷ് ഭായി വിളിച്ചോളൂ, അതുപോലെ അവസ്ഥയെ വിളിച്ചോളൂ. നമുക്ക് ഇവിടെ വിളിച്ച് എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ സന്തോഷമല്ലേ. അപ്പം പുള്ളി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു തമിഴാണോ മലയാളിയാണോ എന്ന് ചോദിച്ചു. തമിഴ് അല്ല, മലയാളമാണ്, തമിഴ് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അപ്പം 2025 വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വിളിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ, നല്ല. അപ്പം നമ്മളിതേ സംഘവസാനത്തോടെ, ത്രിവേണി സംഘത്തോടെ ജസ്റ്റ് വിട പറയുകയാണ്. 2 തോർത്തോടെ
അപ്പൊ നമ്മളെ സ്നാനത്തിന് ശേഷം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാവുന്ന ഗംഗാ സ്നാനം. അത് ഏറ്റവും മനോഹരമായിട്ട് ത്രിവേണി സംഗമം അതെ ത്രിവേണി സംഗമം ഭൂമിയിലെ ഏറ്റവും എന്ത് വിശ്വാസികൾ അതിനുപരി എല്ലാ മനുഷ്യരും ശരിക്കും ഇവിടെ എത്തിപ്പെടുക എന്നുള്ള ഒരു നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് മുന്നേ ഉണ്ടായിരുന്നവർക്കും എല്ലാം നല്ലത് വരെ എല്ലാവർക്കും നല്ലത് എന്നും വരട്ടെ എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിനക്കെന്നാ തോന്നിയും? നല്ലൊരു ഫീൽ ഗുഡ് നമുക്ക് തോന്നി. ഇവിടെ നിന്ന് നമ്മള് ആ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ സ്നാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും യാത്രയെന്നുപരി ശരിക്കും പറഞ്ഞ വേറൊരു നമുക്കൊരു വൈബാണ്, വേറൊരു ലെവലാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തെ ആംബിയൻസ് എല്ലാം വേറൊരു പീസ്ഫുൾ മൈൻഡാണ് ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോൾ. കാരണം വേറെ നമുക്ക് ഇവിടെ ഇത്രയും ദൂരം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതല്ല, നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ആംബിയൻസ് മൊത്തത്തില് നമ്മള് സമർപ്പണമാണ്. നമ്മളെ തന്നെ ആ ഗംഗാദേവിക്ക് നമ്മുടെ പാപങ്ങളും നമ്മൾ ചെയ്ത എല്ലാം നമ്മൾ സമർപ്പിക്കും. നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്തു പോയ പാവങ്ങൾ പോലും ദൈവം പുറക്കട്ടെ എന്നുള്ള ഈ ഭൂമിയിൽ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇവൻ പറഞ്ഞ അന്ന് ആ കമലേഷ് 2025 പരിപാടി നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മാക്സിമം വരാൻ ശ്രമിക്കുക. ഞങ്ങളും നോക്കുന്നതായിരിക്കും. മഹാകുംഭമേള എന്ന് പറയുന്നത് 12 കൊല്ലം കൂടിയിട്ട് വരുന്നതാണ്. ഇത് ശരിക്കും ദൂരെ കൂടെ എല്ലാം ബോട്ടുകളാണ് പോകുന്നത്. ബോട്ടുകൾ ആൾക്കാർ അതുപോലെ പോകുന്നത്. ഇത്ര രാവിലെ കണ്ടില്ല. ഇവിടെ ഈ കിളികൾ പറക്കുന്നത്, ഈ പക്ഷികൾ പറക്കുന്നതൊക്കെ ഭയങ്കര സംഭവമാണ്. അത് വേറെ നല്ല നമുക്ക് ഈ പൂജ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അരി കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് അവർക്ക് ഇരിക്കുന്നുണ്ടോ, അവർക്ക് അതിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇത്രയും ഇത്. പക്ഷെ ഒരു ഭയങ്കര ആംബിയൻസ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞങ്ങൾ ചൂസ് ചെയ്ത സമയം നല്ലതായിരുന്നു. കാരണം രാവിലെ ഒരു 6 മണിക്ക് വരിക. പക്ഷെ ആ ഒരു ഫീൽ ഭയങ്കര രസമാണ്. ആ കാണുന്നതാണ് ഫോർട്ട്. അപ്പൊ നമ്മൾ തീരത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ അത്യാവശ്യം നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം സ്നാനം കഴിയുമ്പോൾ മുഖ്യമായിട്ടുള്ള നമ്മുടെ പാവങ്ങളൊക്കെ നമ്മൾ ഒഴുകി കളഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെ പോകണം. പിന്നെ ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഇവിടെ എത്രയും ജനങ്ങൾ വരുന്നതല്ല ഇവിടെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ വീഡിയോയുടെ വൈൻഡപ്പാണ്. നമ്മളിപ്പം ത്രിവേണി സംഗമ തീരത്ത് നിന്നിട്ടാണ് വൈൻഡപ്പ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരണം, അതിനേക്കാളും കൂടുതൽ ആഗ്രഹമുണ്ട്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവരുടെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴേലും ഈ പറഞ്ഞ 2025 കുംഭമേള ഉണ്ടെങ്കിൽ ആ സമയത്തോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരിക. ഇവിടെ വന്ന് മൈൻഡ് റിഫ്രഷ് ആണ്. കുറേ നമുക്ക് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിനുള്ളിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാവരും പറഞ്ഞ് പങ്കുവെക്കാൻ പറ്റത്തില്ല. പറയാൻ സമയം കൂടി അല്ല, വേറെ നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ തോന്നുന്നില്ല. കുറച്ച് ഞങ്ങൾ പോയിന്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ വരിക, സന്തോഷമായിട്ട് വരിക, ഇവിടെ അടിച്ചു പൊള്ളിക്കുക. മനസ്സിലെ കുറ്റങ്ങളും ഒക്കെ അവിടെ ആ പാപനാശിയിൽ ഒഴുക്കി കളയുക. മനസ്സിന് നല്ലൊരു ശാന്തി കിട്ടും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ നേരെ വാരണാസിക്കാണ് വിടുന്നത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ വാരണാസി വെച്ചായിരിക്കും. അപ്പം എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും അനുഗ്രഹം കിട്ടുമെന്ന് ഉറച്ച പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ് ബൈ രാഹുൽ വിത്ത് ശരത്.